ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസമല്ല, ഒരുപാട് കാലം മുമ്പ്, എനിക്ക് വന്നൊരു 2 months ഒക്കെ മുമ്പാണ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അവരോട് ചോദിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മറ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. കുറച്ച് ഫ്രണ്ട്സിനാണ് ഇപ്പം അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഞാൻ എൻ്റെ ബാക്കി ഫ്രണ്ട്സിനെ കൂടി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഈ വീഡിയോ എന്നുള്ളത്. ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ത് കൊടുക്കുന്നു എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നല്ലോ, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു ക്വസ്റ്റ്യൻസ്. ഇതിന് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്നുള്ള ഒരു ഇതാണ്. അപ്പം അതിന് ഞാൻ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണ് എനിക്കത് കേട്ടിട്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, ഞാൻ സ്മൃതി. ഇപ്പോൾ സ്വാതി ഇന്ന് എന്നോട് അവളെ പറ്റി 3 മോശം കാര്യങ്ങളും 3 നല്ല കാര്യങ്ങളും പറയാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് മോശം കാര്യം പറഞ്ഞിട്ട് നല്ല കാര്യത്തിലേക്ക് വരാം. അവളുടെ 3 മോശം അല്ല, എനിക്ക് ഞങ്ങൾ തമ്മിൽ പറയുമ്പം എനിക്ക് അവളുടെ ഇഷ്ടമല്ലാത്ത അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കുളിക്കാൻ ഇതുപോലെ മടിയുള്ള ഒരു കുട്ടി ഈ ലോകത്തുണ്ടാവില്ല. കുളിക്കാൻ എന്ന് പറയുന്നത് യുദ്ധത്തിന് പോകുന്ന പോലെ. കുളിക്കുന്ന കാര്യത്തിൽ അവൾ വളരെ വളരെ പുറകോട്ടാണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നൗ യു നോ. രണ്ടാമത്തത്, ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഈ ബർഗർ വല്ലപ്പോഴും എന്നല്ല, അവൾക്ക് ഡെയിലി ബർഗറൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഡെയിലി കഴിക്കും. അതാണ് അവസ്ഥ. ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, പേസ്ട്രീസ് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും കഴിക്കരുതെന്ന് പറഞ്ഞ് ഞാനും അവളെ നമ്മളെപ്പോഴും വഴക്കുണ്ടാകുന്നൊരു കാര്യം. മൂന്നാമത്തെ എന്താ, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഭയങ്കര കുറവ്. അവൾ വിചാരിക്കും അവളോട് എന്താ പറയുക, കുറച്ച് സ്വീറ്റായിട്ടൊക്കെ ആയിട്ട് സംസാരിക്കുമ്പം ആൾക്കാർ പാവാണ് അല്ലെങ്കിൽ ആൾക്കാർ നല്ലതാണ് എന്നൊക്കെ വിചാരിച്ച് അവരുടെ ആയിട്ട് നന്നായിട്ട് സംസാരിച്ച് ലാസ്റ്റ് പണിയൊക്കെ വാങ്ങി തിരിച്ചു വന്ന് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവും ഭയങ്കര കുറവാണ്. ഇത് 3 എനിക്ക് അവളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ള രീതിക്ക് തോന്നി. കമ്മിങ് ബാക്ക് ടു ദ പോസിറ്റീവ് സൈഡ്, എനിക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന, ഒരു ഫിൽട്രേഷനും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സ്വാതി. ഒരു എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള മറയും ഞങ്ങൾക്കിടയിൽ എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് ഓപ്പണായിട്ട് അവളോട് സംസാരിക്കാം. ആ ഒരു ഫ്രീഡം ഉണ്ട് എനിക്ക്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ പറ്റും, പക്ഷേ എനിക്ക് അവളുടെ അടുത്ത് എന്തും പറയും, എന്താ ഭൂമിയുടെ താഴെയുള്ള എന്തും സംസാരിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഭയങ്കര എംപത്തറ്റിക്കാണ് ആൾ. എന്താ പറയുക, മറ്റൊരാളുടെ വിഷമം അവളുടെ വിഷമമായിട്ട് കാണാനും മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു കഴിവുണ്ട്. മൂന്നാമത്തത് എന്താ, അവള് സങ്കടപ്പെട്ടിട്ടാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഉള്ള ഒരു ഇതുണ്ട്. ഇപ്പം നമുക്ക് അവൾ ഭയങ്കര പോസിറ്റീവാണ് ലൈഫിൽ. ഇപ്പം നമുക്കൊരു വിഷമം വന്നെടി, ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ പോയിട്ട് എനിക്കിങ്ങനെ ഭയങ്കര വിഷമമാണ്, അങ്ങനാണ് ഇങ്ങനാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു പോസിറ്റിവിറ്റി പകർന്നു തരാനും, അല്ലെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഇല്ല ഇതും മാറും, ഇതും കടന്നു പോകും എന്നൊരു ഭയങ്കര ഹോപ്പ്. അവൾക്ക് ഭയങ്കര ഹോപ്പാണ്. എനിക്കൊന്നും നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഭയങ്കര ഹോപ്പാണ്. അപ്പം നമുക്ക് ചില സമയത്ത് ഈ ഹോപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത്, നമുക്ക് ഈ ഒരു വിശ്വാസം ഇല്ലാത്ത സമയത്ത് നമുക്കും കൂടി അത് പകർന്നു തരാനുള്ള ഒരു കഴിവ് അവൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ പ്ലസ് പോയിൻറ്റ്സ്. ഇതൊന്നും അല്ല, ഇതിലൊരുപാട് കൂടുതലുണ്ട്. അതുകൂടാതെ തന്നെ നെഗറ്റീവും ഉണ്ട്. പക്ഷേ നമ്മൾ 3 മാത്രം എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ 3 മാത്രം പറഞ്ഞ് ഒതുക്കിയതാണ്. അപ്പോൾ ഐ ലവ് യു. സ്മൃതി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, എല്ലാം സത്യമാണ്. കുളിക്കുന്ന കാര്യം സത്യം തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഡെയിലി കുളിക്കാറുണ്ട്. പിന്നെ
പണി വാങ്ങിച്ച് കൂട്ടുന്ന കാര്യം എല്ലാം എല്ലാം ശരി തന്നെയാണ്. എനിക്കതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം കറക്റ്റാണ്. പിന്നെ ഹോപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. ഞാൻ അധിക വീഡിയോസിലും ഞാനത് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഹോപ്പാണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ആളെന്താ പറയാമെന്ന് നോക്കാം അല്ലേ. ഹായ് ഗൈസ്, സോ ഇതാണ് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ. വൺ തിങ് ദാറ്റ് യു വാണ്ട് ചേഞ്ച് ഇൻ ഹർ ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ഡു. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്യണ്ട. അവൾ ആദ്യം ഐ മേക്ക് ഹർ ടെൻഷൻ ഫ്രീ. ചുമ്മാ ഒരു കാര്യമില്ലാതെ എനിക്ക് എന്താ ടെൻഷൻ ഇല്ലാത്തതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു ടൈപ്പാണ് സ്വാതി. ചെറിയ ഇഷ്യൂസൊക്കെ ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ അത് ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് ആകെ മൂഡ് ഔട്ടായിരിക്കുന്നൊരു എന്താ പറയുക, പെട്ടെന്ന് ടെൻഷനാവും എല്ലാ കാര്യത്തിനും. സോ ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ്, ഞാൻ ആദ്യം അവളെ ടെൻഷൻ ഫ്രീ ആക്കും. പിന്നെ ഓവർ തിങ്ക് ചെയ്യാനുള്ള കഴിവേ കൊടുക്കില്ല. പിന്നെ ഒരു പോസിറ്റീവ് സൈഡിന് പറയാനുള്ള എന്ത് ടെൻഷൻ ഉണ്ടായിരുന്നാലും ഫുഡ് ഈസ് മസ്റ്റ്. അവൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് ചേഞ്ച് ആയിക്കോളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ് ഞാൻ അതായിരിക്കും ചേഞ്ച് ചെയ്യാം. അപ്പോൾ സിലിയ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇത് ഞാൻ എൻ്റെ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കും. ഷൂട്ടിൻ്റെ തലേ ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്കറിയാം ഒന്നുമില്ല, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും വെറുതെ ശീലമായിപ്പോയി തോന്നുന്നു. അതൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റും കേട്ടോ. കുറച്ച് വരുന്നുണ്ട്. പിന്നെ സിലിയയും ഞാനും എനിക്ക് തോന്നുന്നു ഒരു 7 ഇയേഴ്സോളൊക്കെ ആയിട്ട് അറിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കാണാത്തവരൊന്നുമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതും ഭയങ്കര എന്താ പറയുക, എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. ഞാൻ ഭയങ്കര ഇമോഷണലാവും. അപ്പോൾ അടുത്തേക്ക് പോകാം. നമസ്കാരം, ഞാൻ ശാലിനി. അപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റൻ എന്താ വെച്ചാൽ, വാട്ട് മേക്സ് സ്വാതി യുണീക്ക്? സ്വാതിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന്. ഒരുപക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിരിക്കും തോന്നുന്നു. കാരണം സ്വാതി എന്ന് പറയുമ്പോൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും എനിക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അവളില്ലേ, അവൾ ഒരുപാട് വേദനിപ്പിച്ചവരാണെങ്കിൽ കൂടെ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാനുള്ള മനസ്സുണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയല്ല, ഞാൻ സാക്ഷിയായ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിലാണ് ഞാനിത് പറയുന്നത്. അന്ന് അവളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്. അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെന്ന് ഒരിക്കലും ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ എനിക്കത് വളരെ ഷോക്കായിരുന്നു. അപ്പം അവളെ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്ന് തോന്നിയത് ഈ ഒരു കാര്യമാണ്. പിന്നെ ഇത്തിരി മണ്ടത്തരവും വിവരക്കേടും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആൾ പാവ, നിങ്ങളീ കാണുന്ന സ്വാതി അല്ല സ്വാതി അടുത്തെറിഞ്ഞാലത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടുത്ത നിങ്ങൾ കേട്ടല്ലോ, എൻ്റെ ചിന്നുമോള്. ഇതിൽ കാണിക്കുന്ന കുറച്ച് പേരൊന്നും ഞാൻ എൻ്റെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെയല്ല, നേരിട്ട് കാണാത്ത പോലെയോ എല്ലാം ഈ ഇൻസ്റ്റഗ്രാം വഴിയും ടിക്ടോക്ക് വഴിയും ഒക്കെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയതാണ്. പക്ഷെ ആരെയും കാണാത്ത പോലെയല്ല. എല്ലാവരും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ചിന്നു എന്നാ ഞാൻ വിളിക്കുക, ശാലിനി എന്നാണ് അവളുടെ പേരെങ്കിലും ചിന്നു എന്ന് വിളിക്കും. ചിന്നു പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ എന്താ, അങ്ങനെ ആയിരിക്കരുത്, അങ്ങനെ ഒരിക്കലും ആയിരിക്കരുത്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കരുത്. ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ നല്ല മനസ്സ്, എൻ്റെ ഭയങ്കര നല്ല മനസ്സാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഓക്കെ ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ലായിരിക്കും, പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളോട് ക്ഷമിച്ചിട്ട് വീണ്ടും അത് ചെയ്യുമ്പോൾ അയാൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു മോശം കണ്ടീഷനിലേക്ക് നമ്മളത് കൊണ്ടുപോവാം. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തെറ്റിപ്പോൾ സമ്മതിക്കപ്പോൾ ഞാൻ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റുകൾ സംസാരിച്ച് ഓക്കെ ആക്കി പിന്നെ ആ റിലേഷൻ അങ്ങ് ബ്രേക്ക് ചെയ്യുക എന്നല്ല. എന്നാലും നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും വേറെ എന്ത് ഇതാണെങ്കിലും നല്ല രീതിക്ക് സംസാരിച്ച് അങ്ങ് പോവുക. അല്ലാതെ ഓവറായിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളാക്കി വെക്കരുത്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്ത ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹായ്, എൻ്റെ പേര് ആരതി, ഞാൻ സ്വാതിയുടെ ഫ്രണ്ടാണ്. സോ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
what is the most irritating behavior of Swati which you guys don't like? എനിക്ക് മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് അവളുടെ ഒരുവിധം എല്ലാ ഫ്രണ്ട്സിനും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ബിഹേവിയർ ആണിത്. അവളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ അയക്കും. വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ വീഡിയോ ഒന്നല്ല, പേടിപ്പെടുത്തുന്ന വീഡിയോ. അപ്പൊ എനിക്ക് പ്രേതം അങ്ങനത്തെ ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ അവളെന്ത് ചെയ്യും, ഈ സാധാരണ ഇങ്ങനെ ശാന്തമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ വന്ന് പേടിപ്പിക്കില്ലേ, അങ്ങനത്തെ വീഡിയോസ് ആണ് അവൾ അയക്കുക. എവിടുന്നാന്നറിയില്ല, കുറെ സ്റ്റോക്ക് ഉണ്ട് അവളുടെ കയ്യില്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൊട്ടിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ ഡൗൺലോഡ് ഓഫ് ആക്കിയിട്ടു. അപ്പൊ ഇപ്പൊ അവൾ അങ്ങനത്തെ എന്ത് വീഡിയോസ് അയക്കുകയാണെങ്കിലും ഞാനൊന്ന് സൂക്ഷിക്കും, എന്നിട്ടേ ഞാൻ ഡൗൺലോഡ് ചെയ്യുള്ളൂ. അപ്പൊ അത് ഇപ്പൊ തന്നെ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എനിക്കറിയാം അതാണെന്ന്. അപ്പോ അവളെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ ഡൗൺലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞാണ്, എല്ലാരും ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെയാ, ഞാൻ പറ്റിക്കല്ലോ, നിങ്ങൾക്കെല്ലാം അഭിപ്രായിച്ചെങ്കിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടെങ്കിലും ഇങ്ങനെ ബാക്കി തോന്നാലോ. ഇതാണ്. അപ്പോ ഇതാണ് അവളുടെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബിഹേവിയർ. അല്ലെങ്കിൽ പാവാണ് എന്നൊക്കെ പറയാൻ പറഞ്ഞു, അതുകൊണ്ട് പറയുന്നു. അപ്പൊ ശരി, ടാറ്റ. ആരതി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്നെ എല്ലാവരും പറ്റിക്കും. എനിക്കിത് അയച്ചു തന്നിട്ട് രാത്രി അധികം ആൾക്കാരും അക്കിയാണ് മെയിൻ. അക്കി എനിക്ക് രാത്രി അയച്ചു. അക്കിന്റെ ഒന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റും ചെയ്യാം. ഇങ്ങനെ എനിക്ക് വീഡിയോ അയച്ചു തരും. എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഞാൻ അപ്പാട് പേടിച്ചു. എനിക്ക് അത്രയും എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നവരെ എവിടെയെങ്കിലും മറഞ്ഞു നിന്നിട്ട് ഭൗ എന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ പേടിപ്പിച്ചാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പേടിച്ച് ഒരാളാണ്. അപ്പൊ എനിക്ക് അവനിങ്ങനെ രാത്രി ആയിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ വെച്ച്, ഞാൻ പാവം എല്ലാം ഫോനല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് തുറന്നു നോക്കുന്നവരൊക്കെ ഞാൻ പേടിച്ചതാക്കാം. അപ്പൊ ഞാൻ ഇവർക്കെല്ലാം ഫോർവേഡ് ചെയ്യും. ഇവരൊക്കെ എന്ത് ചെയ്യൂ, ഇവരൊന്നും ആരും ഡൗൺലോഡ് ചെയ്യില്ല. എല്ലാവരും എനിക്ക് ഒരു ദിവസം നല്ലോണം ഫീൽ ആയി. എന്നിട്ടാണ് ഞാൻ ആ വോയിസ് നോട്ട് അയച്ചില്ല. എല്ലാവർക്കും ഞാൻ അയച്ച്, പക്ഷെ ആരും ഡൗൺലോഡ് ചെയ്യില്ല. എല്ലാവരും ഇത് തന്നെ, മോളെ വേണ്ട ഞാനിത് ഡൗൺലോഡ് ചെയ്യില്ല, എനിക്കറിയാം നീ വേറെ പുതിയ എന്തെങ്കിലും അടവായിട്ട് വാങ്ങും. പക്ഷെ ഞാൻ എന്തെങ്കിലും പുതിയ അടവായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. Hi, I'm Devika, one of Swati's friend. So, എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, did you and your friend had a very beautiful memory that even now you remember about it and you laugh about it? So, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് the one we laugh is ആക്ച്വലി ഒരു അഗ്ലി മെമ്മറിയാണ്. ബിക്കോസ് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ്. അത് സാധാരണ പോലെ മീറ്റ് ചെയ്തതല്ല. എനിക്ക് സ്വാധീനം നേരത്തെ അറിയാമായിരുന്നു, ലൈക്ക് ത്രൂ ഈ പറയുന്ന പോലെ ടിക്ടോക്ക്, സോഷ്യൽ മീഡിയ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പേഴ്സണലി എനിക്കറിയില്ല. സോ ഐ തോട്ട് ഒരു ഭയങ്കര ജാട ഒക്കെ ആയിരിക്കും എന്നൊക്കെ. പിന്നെ ഏതോ എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി ഞങ്ങൾ മീറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്ത് തന്നെ ഒരു സില്ലി സ്റ്റഫിന് എന്തോ ഒരു ഭയങ്കര വലിയ ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചെറിയ എന്തൊരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാം ഡൗൺ ആയി. പെട്ടെന്ന് വെൻ വി ഗോട്ട് ടു നോ മോർ അബൌട്ട് ഈച്ച് അതർ, കോംപ്രമൈസ് ടോക്കിന് പോയപ്പം ലൈക്ക് കുറേ മാച്ച് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ തമ്മിൽ. ലൈക്ക് ലൈക്സ് മാച്ച് ചെയ്തു, ഡിസ്ലൈക്സ് മാച്ച് ചെയ്തു, ലൈക്ക് ഒരു ഇൻസ്റ്റൻറ്റ് വൈബ് ഫീൽ ചെയ്തു അങ്ങനെ. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. സോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കാറുള്ളൊരു കാര്യമല്ല. ബിക്കോസ് എങ്ങനെയാണ് ഒരു എനിമിറ്റി ഞങ്ങളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറിയെന്നുള്ളത്. അങ്ങനെ പിന്നെ എന്നോട് സ്വാതിനെക്കുറിച്ച് പൊക്കി പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയല്ല കേട്ടോ. ലൈക്ക് ഭയങ്കര നല്ലൊരു കുട്ടിയാണ്, ഭയങ്കര ശാന്തശീലയാണ്, ഭയങ്കര പൊളൈറ്റാണ് എല്ലാവരോടും. ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ദേവിക പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടല്ലോ. എന്താണ് ഇൻസിഡൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ആണ് അധികവും. അതാണ് ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്.
ഇപ്പോൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്നവരായിരിക്കില്ല നമ്മളെ കൂടെ ശരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് ഒട്ടും വിചാരിക്കാതെ ഓരോരോ സിറ്റുവേഷൻസിലൂടെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നവരായിരിക്കും അധികവും ഉണ്ടാവുക. എന്ന് വിചാരിച്ച് മറ്റൊരൊന്നും ഉണ്ടാവില്ല എന്നല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. പിന്നെ ഞാനും ദേവികയും ഈ അടുത്താണ് കണ്ടത്. ഈ മാർച്ചായിരുന്നു, ഫെബ്രുവരി ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് പോയപ്പോഴാണ് അവള് എന്നെ മീറ്റ് ചെയ്യാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വന്ന്. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ കൊറോണേൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അവള് വീട്ടിൽ വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ കൊറോണേൻ്റെ സീനൊക്കെ ആയിട്ട് പിന്നെ കണ്ടില്ല. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ആളെന്താ പറയുന്നത് നോക്കാം. Hey, hi, this is Shalini with you, Swati's friend. So, what's that one thing you guys have in common? Not only one thing, we have a lot of things which is very similar. Like, நானும் ஸ்வாதியும் பெஸ்ட் ஃப்ரெண்ட்ஸ் ஆன ரீசனே வந்து எங்களோட பாஸ்ட் தான். லைக் என்னோட பாஸ்ட் லைஃப்பில் என்னோட ஆர்ட் டைம்ஸில் நான் என்ன சுச்சுவேஷன் ஃபேஸ் பண்ணணும், சேம் சுச்சுவேஷன் அண்ட் இன்சிடென்ட் அவளும் ஃபேஸ் பண்ணி. ஸோ வி வேர் லைக் ரெண்டு பேருக்கு மாற்றி அட்வைஸ் பண்ணி அப்படி வந்து பில்டான ஒரு ரிலேஷன்ஷிப் தான் எங்களோட ஃப்ரெண்ட்ஷிப். அண்ட் பேசிக்கலி ஐ எம் ஃப்ரம் தமிழ்நாடு. பட் ஐ லவ் கேரளைட்ஸ், மலையாளம் கல்ச்சர், ஃபுட், லைஃப் ஸ்டைல், எவ்ரிதிங். எனக்கு மலையாளம்னா ரொம்ப இஷ்டம். சேம் அவளுக்கு தமிழ்னா ரொம்ப இஷ்டம். தமிழ்நாடோட கல்ச்சர், ஸ்டைல், ஃபுட், எவ்ரிதிங். ஸோ எங்கள் ரெண்டு பேருக்கு ஒரு கண்டிஷன் கூட இருக்குது. லைக் எனக்கு வந்து ஒரு கேரளைட்டை மேரேஜ் பண்ணிக்கணும், அவளுக்கு வந்து ஒரு தமிழியன் மேரேஜ் பண்ணிக்கணும்னு எங்கள் ரெண்டு பேருக்கு ஒரு ஆசை இருக்குது. அண்ட் ஹோப்ஃபுல்லி நாங்கள் வில் ஸோ that's how we have lot of things which is very similar. Like காலேஜ் லைஃப்லேருந்து எல்லாமே we were together. எங்களோட ரெண்டு பேரோட மைண்ட் செட்டு, கிரிமினல் ஆக்டிவிட்டீஸ் எல்லாம், வீட்டில் போய் சொல்கிறது, பங்க் பண்ணுறது, வெளியில் போகிறது, டிக்டாக், எவ்ரிதிங் இட்ஸ் வெரி சிமிலர். தட்ஸ் வை we became very close and best friends. So that's it. Bye. ഓക്കെ, ശാലിനി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ശാലിനിയും ഞാനും പരിചയപ്പെടുന്നത് ഞങ്ങൾ എയർ ഹോസ്റ്റസ് ട്രെയിനിങ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തു, കുറച്ച് ബാച്ച് ആയിട്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ തന്നെയായിരുന്നു അവള്. അങ്ങനെയാണ് ഞാനും ശാലിനിയും പരിചയപ്പെടുന്നത്. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഡേ അവൾക്ക് എങ്ങനെയാണ് കോളേജിൽ വരേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ എന്നെ ഞാൻ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ പിക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് നല്ലതായി. എനിക്കാണെങ്കിൽ തമിഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവള് തമിഴ്നാട്ടിലാണല്ലോ, അപ്പോൾ എനിക്ക് ആ കൾച്ചറും അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾ തമിഴ് അല്ലെങ്കിലും അവൾ വേറെ ഏത് നാട്ടുകാരിയാണെങ്കിലും എനിക്ക് അവൾ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഏതായിരുന്നു ദുബായ് മാളില് ദുബായിലെ അമ്പലത്തിൽ പോകുന്ന വ്ളോഗിൽ അവളുണ്ട്. ഇപ്പം എത്ര കാലമായി, മാസങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. ഇപ്പം ദുബായ് തിരിച്ചു പോകുന്നവർ ഞങ്ങളൊരു അടിപൊളി എവിടെയെങ്കിലും പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തതിലേക്ക് പോലെ. ഹായ്, എൻ്റെ പേര് ജാനറ്റ്. ഞാൻ നിങ്ങൾക്ക് ഫെമിലിയർ ഫേസ് അയക്കും ബിക്കോസ് ഞാൻ സ്വാതിയുടെ മുന്നത്തെ വീഡിയോസിലും വന്നിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും സ്വാതിയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ലൈക്ക് നമ്മളിവിടെ ദുബായ് വെച്ചാണ് പരിചയപ്പെട്ടത് 2 years ബാക്ക്. സോ എനിക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇസ് സ്വാതി എ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഓക്കെ, ഇതിന് ആൻസർ ആക്ച്വലി സ്വാതിക്ക് ഇല്ല. ബിക്കോസ് സ്വാതി ഇസ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഓൾസോ എ ഇൻട്രോവേർട്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അവളുടെ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് നോക്കുക, ആദ്യം ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ബട്ട് ദെൻ വെൻ ഐ മിങ്കിൾഡ് വിത്ത് ഹർ, അവൾ ആദ്യം ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു, ഭയങ്കര ക്വയറ്റ്, ഓക്കെ ഹായ് ബായ് അങ്ങനെയുള്ളായിരുന്നു. പിന്നെ അടുത്തടുത്ത് വന്നപ്പോൾ
അവൾ തനി സ്വഭാവം ഇറക്കാൻ തുടങ്ങി. ഐ എം ലൈക്ക് എൻ്റെ ദൈവമേ ശല്യമായല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് തന്നെയാണ് ലൈക്ക് എനിക്ക് എക്സാമ്പിളായിട്ടും തരാം, നിങ്ങൾക്ക് തരാം, വ്യൂവേഴ്സിന് തരാൻ പറ്റിയത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയുന്ന ആ കുട്ടി ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. നിങ്ങൾ ആദ്യം അവളെ പരിചയപ്പെടുമ്പം ഷീൽ ബി വെരി എന്താ പറയുക ക്വയറ്റ്, ഒരു ഹായ് ബൈ ഒരു ലൈൻ വരയ്ക്കും. പക്ഷേ നിങ്ങളെ ശരിക്കും ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ തനി സ്വഭാവം അല്ല സ്വാതിയുടെ ഒരു നാച്ചുറൽ വേ ഓഫ് ടോക്കിംഗ് അല്ലെ നാച്ചുറൽ വേ ഓഫ് ബീയിങ് ഹർ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ബിക്കോസ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഇപ്പം ഇവിടെ വരെ എത്തി. സോ ഷീ ഈസ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ബിക്കോസ് ആദ്യം നിങ്ങളെങ്ങനെ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നോ അങ്ങനെ ആയിരിക്കും അവളും നിങ്ങളെ ട്രീറ്റ് ചെയ്യുക, അല്ലെ അവളും സ്വാതിയും നിങ്ങളെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അല്ലെ മിങ്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഷീ ഈസ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ഷീ ഈസ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. അത് നമ്മളുടെ അല്ല അവളുടെ ആര് മിങ്കിൾ ചെയ്യുന്നോ, എങ്ങനെ മിങ്കിൾ ചെയ്യുന്നോ, അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും അവളും തിരിച്ച് ഇതാക്കുന്നത്. ബിക്കോസ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ ജാനറ്റിന്റെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് ജാനറ്റിന്റെ കൂടെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല പോയി നോക്കൂ കേട്ടോ. അവൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി ചെക്ക് ചെയ്യുക. ജാനറ്റും ഇതേപോലെ അവളായിരുന്നു ഫസ്റ്റ് ജോയിൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നത്, ഈ സെയിം എയർ ഹോസ്റ്റസ് ട്രെയിനിങ്ങിൻ്റെ തന്നെ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ആദ്യം ഇപ്പം അതും കുറച്ച് ശരിയായി വരുന്നുണ്ട്. അതൊക്കെ വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ ബാക്കോട്ടേക്ക് എനിക്ക് ഒരുമാതിരി ഒരു പേടി, അറ്റൻഷൻ ആ സംഭവം ഉണ്ടല്ലോ, അതായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം ആരുമായിട്ട് മിങ്കിളാവില്ല, പെട്ടെന്നാവില്ല. പിന്നെ പിന്നെ പറയണ്ടല്ലോ, അത് അവള് പറഞ്ഞു. എന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ക്ലാസ്സിൽ പോയി, അപ്പോൾ ഹായ് സ്വാതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. ഇപ്പോൾ അവൾ പറഞ്ഞ പോലെ ഇവിടെ വരെ എത്തി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിന് എന്നെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ഏകദേശം എന്നെ പറ്റിയിട്ടൊരു ക്ലിയർ പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്നെ കൂടുതൽ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇനിയും പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ തീരുന്നില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അവരോട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2000 അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഫാമിലി വലുതായി 46,000 അടുത്തുണ്ട് തോന്നും. അപ്പോൾ ഇപ്പം സപ്പോർട്ട് തരുന്ന പോലെ മുന്നോട്ട് സപ്പോർട്ട് തരിക. എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. നമുക്കൊരു 50 അടിക്കണ്ടേ? 50 അല്ല, എനിക്കൊരു 100 അടിച്ചിട്ട് എനിക്ക് ആ സിൽവർ പ്ലേ ബട്ടൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു സെലിബ്രേഷനൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം നിങ്ങൾ നടത്തി തരണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.